യേശുവിൽ സ്നേഹമുള്ളവരെ, ഇന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക. ഈശോ അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുന്നു. അപസ്മാര രോഗി 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, പിശാച് ബാധിതനും കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മോശ 10 കൽപ്പനകളുമായി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ കാണുന്നത് ദൈവനിഷേധമാണ്. ജനം കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുക. ഏതാണ്ട് സമാനമായൊരു രംഗം ഈശോ താബോർ മലയിൽ നിന്ന് ആ വലിയ മഹത്വീകരണത്തിന് ശേഷം ഇറങ്ങി വരുമ്പോൾ അവിടെ വിശ്വാസത്തിൻ്റെ കുറവിനെയാണ് കർത്താവ് കാണുക. ദൈവനിഷേധമല്ലെങ്കിലും വിശ്വാസമില്ലാത്ത ഒരു ജനതയെ കർത്താവ് കാണുകയാണ്. ഇന്നത്തെ സുവിശേഷം വായിക്കുമ്പോൾ പ്രധാനമായും നമ്മൾ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാം. ഒന്നാമത്, ശിഷ്യന്മാരെ അവർക്ക് സാധിക്കുന്നില്ല. ഈശോ അവർക്ക് അധികാരം നൽകിയത് നമ്മൾ പ്രത്യേകമായിട്ട് കാണുന്നു. പിശാചിനെ പുറത്താക്കാൻ അധികാരം നൽകിയത് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1, മർക്കോസ് 6:13 എന്നിങ്ങനെ നിരവധി തിരുവചന ഭാഗങ്ങളുണ്ട്. ഈശോ അവർക്ക് പിശാചിനെ പുറത്താക്കാനായിട്ടുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരുപക്ഷെ അവരത് മറന്നു പോവുകയാണ്. ഇവിടെ ഈശോ കുറ്റപ്പെടുത്തുന്നത് വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ, ശിഷ്യന്മാരെയാണ് പ്രഥമമായിട്ട് കർത്താവ് കുറ്റപ്പെടുത്തുന്നത്. ശിഷ്യന്മാരിങ്ങനെയാണെങ്കിൽ അവരുൾക്കൊള്ളുന്ന തലമുറ എപ്രകാരമായിരിക്കും എന്നുള്ളത് പ്രത്യേകിച്ച് ഓർക്കുക. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലെ 4-ാം അധ്യായത്തിലെ വിധവയുടെ പുത്രനെ ഉയർപ്പിക്കാനായിട്ട് എലീഷ സ്വന്തം ഭൃത്യൻ ഗേഹസി അയക്കുന്നുണ്ട്. ഗേഹസിക്ക് സാധിക്കുന്നില്ല. എലീഷ ചെന്ന് മാത്രമേ ആ കുഞ്ഞിനെ ഉയർപ്പിക്കാൻ സാധിക്കുന്നുള്ളൂ. ഏതാണ്ട് ഇതുപോലെ ശിഷ്യന്മാർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ തങ്ങളുടെ ദൗത്യം മറന്നു പോവുകയാണ്. തങ്ങൾ അശക്തരാണിതിന് എന്ന് ചിന്തിച്ചു പോവുകയാണ്. തിന്മയുടെ ശക്തിയെ തോൽപ്പിക്കാൻ തങ്ങൾക്കും ദൗത്യമുണ്ട്, തങ്ങളെ കർത്താവ് അതിനെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് അല്പനിമിഷത്തേക്കെങ്കിലും മറന്നു പോകുന്ന ശിഷ്യന്മാരെയാണ് നമ്മൾ കാണുക. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും തന്നെ കർത്താവ് തിന്മയുടെ ശക്തിയെ ചെറുത്തു തോൽപ്പിക്കാൻ, പിശാചിനെ തോൽപ്പിക്കാനുള്ള പ്രത്യേകമായ ദൗത്യം നൽകിയിട്ടുണ്ട് എന്നോർക്കുക. നാം ചിലപ്പോഴൊക്കെ ദൈവം ഈശോ നൽകിയ കഴിവുകൾ, ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഒക്കെ മറന്നു പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ മറന്നു പോകാതെ കർത്താവിനെ ആശ്രയിച്ച് ശിഷ്യന്മാരെ പിന്നീട് വിശ്വാസത്തിൽ വളർന്നതുപോലെ നമുക്കും വളരാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. രണ്ടാമത് നമ്മൾ ചിന്തിക്കുക, എന്തുകൊണ്ടാണ് അവർ പരാജയപ്പെട്ടത്? മുൻപ് അവർ പിശാചിനെ പുറത്താക്കിയിട്ടുള്ളവരാണ്. പരാജയപ്പെടാൻ കാരണം അവർ തന്നിൽ തന്നെ ആശ്രയിച്ചു, തന്നിൽ തന്നെ ശ്രദ്ധിച്ചു, ദൈവത്തെ മറന്നു, ദൈവത്തെ വിട്ടുകളഞ്ഞു എന്നുള്ളതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം. ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? ഈശോ പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. അവരുടെ വിശ്വാസം വളരെ ചെറുതാണ്. നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ ചെറിയ വിശ്വാസം എന്നല്ല അതിൻ്റെ അർത്ഥം. നമുക്കറിയാം, കടുകുമണി പ്രത്യേകിച്ച് ഒരു പ്രതീകമാണ്. വലിയ വൃക്ഷമാകാനുള്ള സാധ്യതകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള, ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒന്നാണ് കടുകുമണി. സാധ്യതകളുടെ കടുകുമണി നമ്മോട് പറയുക എന്താണ്? വിശ്വാസത്തിൻ്റെ വലിയ വൃക്ഷമാകാൻ നിനക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് വിശ്വാസം എന്നല്ല അർത്ഥം. വിശ്വാസത്തിൻ്റെ വലിയ സാധ്യതകൾ തീർച്ചയായിട്ടും നിനക്ക് സാധ്യമാണ്. ദൈവത്തിൽ ആശ്രയിച്ചാൽ അസാധ്യമാണ് എന്ന് കരുതുന്നതൊക്കെ നിനക്ക് സാധ്യമാകും. പ്രത്യേകിച്ച് യഹൂദ റബ്ബിമാർ പറയുന്ന ഒരു
പ്രതീകമാണ് ഈ മല മാറിപ്പോവുക, മലയോട് മാറിപ്പോവുക എന്നുള്ളത്. യെശയ്യായുടെ പുസ്തകത്തിൽ നമ്മൾ 54-ാം അധ്യായം 10-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ടല്ലോ, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, അസാധ്യമായ കാര്യങ്ങളെ പറ്റിയിട്ടാണ് അവിടെ സൂചന. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മിൽ നിറഞ്ഞാൽ തീർച്ചയായിട്ടും അസാധ്യമായത് ചെയ്യാൻ സാധിക്കും. ആഴമായ വിശ്വാസമുണ്ടെങ്കിൽ ഇതൊക്കെ നിനക്ക് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്, നമ്മൾ പിശാച് ബാധയെപ്പറ്റി കൂടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും പിശാച് ഈ ലോകത്തിലുണ്ട്. എന്നാൽ എല്ലായിടത്തും പിശാചാണ് എന്ന് കരുതുന്നതും തെറ്റാണ്. തിന്മയുടെ ശക്തി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ നാം നിരന്തരം പരിശ്രമിക്കണം. സാധാരണയായിട്ട് പിശാച് ബാധയെപ്പറ്റി പറയുമ്പോൾ മാമോദീസായിൽ പിശാച് ഉപേക്ഷിക്കാനുള്ള ആ ഒരു പ്രത്യേകമായ പ്രാർത്ഥന സഭ നൽകുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഔദ്യോഗികമായ പിശാച് ബാധ ഒഴിപ്പിക്കലുണ്ട്, എക്സോർസിസം. മെത്രാൻ്റെ പ്രത്യേകമായ അനുമതിയോടെ അതിന് നിയോഗിക്കപ്പെട്ട വൈദികൻ, അനുയോജ്യരായ വൈദികർ അത് വിവേചനാപൂർവം കൈകാര്യം ചെയ്യുന്നു. ആദ്യം അത് പഠിക്കുന്നു. മെഡിക്കൽ സ്റ്റഡീസ്, സൈക്കോളജി, സൈക്കാട്രി ഇതൊക്കെ ആവശ്യമാണ്. എന്നിട്ടാണ് ഈ എക്സോർസിസത്തിലേക്ക് നീങ്ങുക. നമ്മൾ യേശുവിൻ്റെ ശക്തി ആ വ്യക്തിയിൽ പൂർണ്ണമായും നിറഞ്ഞ്, സഭയിൽ നൽകപ്പെടുന്ന കൗദാശിക വരപ്രസാദത്തിൽ ആ വ്യക്തി നിറഞ്ഞ് പൂർണ്ണമായിട്ടും സൗഖ്യപ്പെടുന്നു. ഇതാണ് സഭയുടെ പഠനം. എന്നാൽ ചിലപ്പോൾ നമുക്കറിയാം, ഇന്നത്തെ യക്ഷിക്കഥകൾ നിറഞ്ഞു നിൽക്കുന്നൊരു കാലഘട്ടത്തിൽ ഇന്ന് പലരും അന്ധവിശ്വാസത്തിലൊക്കെ ജീവിക്കുന്നവരാണ്. ദൈവദാസൻ ഞാനണി തച്ചുപറമ്പിലച്ഛൻ്റെ കാലത്ത് ഈ ചില മരങ്ങളിലൊക്കെ, പാലമരത്തിലൊക്കെ യക്ഷി ആവാഹിച്ച് അതിനോട് അടുക്കാൻ തന്നെ ചിലർക്ക് പേടിയാണ്. അച്ഛൻ തന്നെ ഒരിക്കൽ ആ മരം വെട്ടിക്കളഞ്ഞത് അച്ഛൻ്റെ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. വേറെ ചിലരുടെ ഉപദേശങ്ങൾ പ്രകാരമാണ് മരിച്ചുപോയവരുടെ വസ്തുക്കൾ ഉപയോഗിക്കരുത് എന്നൊക്കെ. അതിൽ ചില പ്രത്യേക വെള്ളം തെളിച്ചാൽ മാത്രമേ അവിടെ സൗഖ്യം ഉണ്ടാവുകയുള്ളൂ, ബാധ ഒഴിയുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ. തീർച്ചയായിട്ടും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, വിശുദ്ധ കുരിശും സർവോപരി വിശുദ്ധ കുർബാനയും കൂദാശകളും കന്നാൻവെള്ളവും ഒക്കെ സഭ നിർദ്ദേശിക്കുന്ന മാർഗങ്ങളാണ്. മനുഷ്യൻ്റെ ബലഹീനതയെ അല്ലെങ്കിൽ ഭയപ്പാടിന്, അപൂർണ വിശ്വാസത്തെ അല്ലെങ്കിൽ അന്ധവിശ്വാസത്തെ ഒക്കെ ചൂഷണം ചെയ്യുന്ന സാഹചര്യങ്ങളും ചിലപ്പോൾ ചില വ്യക്തികളും ഉണ്ട് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നത് നല്ലതാണ്. അപ്പോൾ യഥാർത്ഥമായ വിശ്വാസം, ഈ കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ അവബോധം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ് എന്നുകൂടി സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കൊണ്ടുവരുന്നത് നല്ലതാണ്. ഇന്നത്തെ ലേഖനം ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ 8-ാം വാക്യം, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെപ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. നമ്മൾ സ്വയം മറന്ന് ഈശോ നൽകുന്ന വലിയ ജ്ഞാനം നമ്മിൽ നിറഞ്ഞാൽ ഈ തിന്മയുടെ ശക്തികളെ തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കും. കാരണം ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾ നാം ഉച്ഛിഷ്ടം പോലെ കരുതും എന്ന് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. പഴയ നിയമ വായന ഏശയ്യായുടെ പുസ്തകം 25-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളാണ്. 9-ാം വാക്യം ഇപ്രകാരമാണല്ലോ, ഇതാ നമ്മുടെ ദൈവം, നമ്മുടെ രക്ഷയുടെ പ്രത്യാശ നാം അർപ്പിച്ച ദൈവം. ഇതാ കർത്താവ്, നാം അവിടുത്തേക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്. അവിടുന്ന് നൽകുന്ന രക്ഷയിൽ നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം. തിന്മയുടെ ശക്തിയെ എതിർത്ത് തോൽപ്പിക്കാൻ കർത്താവ് നൽകുന്ന വലിയ പ്രത്യാശ നമ്മിൽ നിറയട്ടെ. ആ രക്ഷ മറ്റൊന്നിലും രക്ഷയില്ല എന്ന് ഏറ്റുപറയുവാനും ദൈവത്തിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് ഏറ്റുപറഞ്ഞ് അത് ജീവിതത്തിൽ ആഴമായി വിശ്വസിച്ചൊരു അനുഭവമാക്കാനും നമുക്ക് സാധിക്കട്ടെ.
അപ്രകാരം തിന്മയുടെ ശക്തികളെ നമുക്ക് എതിർത്ത് തോൽപ്പിക്കാൻ സാധിക്കും. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.